എനിക്ക് ബന്ധമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ സംരംഭത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സ്ഥലം കണ്ടെത്തിത്തരാമെന്ന് പറയുകയുണ്ടായി. അതിൻ്റെ ഫലമായിട്ടാണ് ഈ സ്ഥലം ഇവിടെ ലഭിച്ചിരിക്കുന്നത്. എല്ലാം ഈ സഹജീവികളുടെ കരുണ എന്നുള്ള ഇത് മുൻനിർത്തിക്കൊണ്ട് സേവാശക്തി ഫൗണ്ടേഷൻ ഒരുക്കിയ ഒരു പ്രോഗ്രാം അടുത്ത ദിവസം നടക്കുകയുണ്ടായി. ആറ്റുകാൽ ക്ഷേത്രത്തിന് സമീപം ഹരികുമാർ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പ്ലോട്ടിനകത്ത് ഈ വസ്ത്രം ഇല്ലാത്തവർക്ക് വസ്ത്രത്തിൻ്റെ വില അറിയൂ. അപ്പോൾ വസ്ത്രമില്ലാതെ ബുദ്ധിമുട്ടുന്നവർക്ക് പഴയ വസ്ത്രങ്ങൾ സ്വരൂപിച്ചും അതിനെ വാഷ് ചെയ്ത്, അതുപോലെ തന്നെ കഴിവുള്ളവരിൽ നിന്നും വസ്ത്രം സ്വരൂപിച്ചും അങ്ങനെ വസ്ത്രം പലരിലോട്ടും എത്തിക്കാൻ, അതുപോലെ നിർധനരായ നിരവധി കേന്ദ്രങ്ങളുണ്ട് അവരിലോട്ട് എത്തിക്കാൻ വേണ്ടി ഒരു വിങ് തുടങ്ങുണ്ടായി. ആ വിങ്ങിൽ സംബന്ധിച്ചുകൊണ്ട് അതിൻ്റെ സ്ഥലത്തിൻ്റെ നിർമ്മാതായ ഹരികുമാർ, അതുപോലെ തന്നെ ഈ സേവാശക്തി ഫൗണ്ടേഷൻ്റെ ഒരു ഭാരവാഹിയുടായ സന്തോഷ്, പലരും സംസാരിക്കുന്നുണ്ട്. നമുക്ക് ആ പ്രോഗ്രാം ഒന്ന് കാണാം. മോഹന്റെ മനസ്സിലെ സങ്കല്പം, അതായത് അർഹതപ്പെട്ടവരെ കയ്യിലെത്തുക, സേവനം അർഹതപ്പെട്ടവരെ കയ്യിലെത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി മോഹനേട്ടൻ ആരംഭിച്ച സേവാശക്തി ഫൗണ്ടേഷൻ, അതിന്റെ സാരഥികളായ സന്തോഷിയും നിൽക്കുന്ന വിനോജിയും അനിൽ ഇവരൊക്കെ വളരെ സജീവമായി, ഉണ്ണികൃഷ്ണൻ, പിന്നെ ഇവരെല്ലാവരും സജീവമായിട്ട് ഞാൻ ഈ വന്ന ദിവസം കാണാൻ സാധിച്ചു. യഥാർത്ഥത്തിൽ നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അത് ഇല്ലാത്ത കൈകൾ, ഇല്ലാത്തവർക്ക് കൊടുക്കാൻ ഒരു മനസ്സ് വേണം. അത് വേണ്ടുവോളമുള്ള ഒരാളാണ് മോഹനേട്ടൻ. ഞാൻ കുറേ വർഷങ്ങളായിട്ട് കാണുന്ന അദ്ദേഹം ചെയ്തിട്ടുള്ള സേവന പ്രവർത്തനങ്ങൾ കേരളത്തിൽ വിലമതിക്കാൻ പറ്റാത്തതാണ്. ഇപ്പോൾ ഈ പലർക്കും അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ, അതായത് മോഹനേട്ടന്റെ മുന്നിൽ ഒരാൾ കൈ നീട്ടിയാൽ കൈ വെറും കൈകൾ മടക്കിയിട്ട് വരില്ല. സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. അപ്പൊ ഇത്തരം ഒരു സംരംഭത്തിന് മോഹനേട്ടൻ പറഞ്ഞപ്പോൾ എന്നെ കൊണ്ടൊരു എളിയ ഒരു കാര്യം, ഇത് ഈ ഒരു സ്ഥലം കൊടുക്കുക എന്നുള്ളത് ഒരു ദൈവനിയോഗം പോലെയാണ് ഞാൻ കാണുന്നത്. ഞാൻ ദൈവത്തെ സങ്കല്പിച്ച് പ്രവർത്തിക്കുന്നു. എൻ്റെ കുടുംബം രണ്ട് മക്കളും ഡോക്ടർമാരാണ്. അവർ MBBS പാസ്സായപ്പോഴും അവരോട് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ കാശിന് വേണ്ടിയിട്ടുള്ള ആയിരിക്കില്ല ആതുര സേവനം, അത് അങ്ങനെ ആയിരിക്കണം നിങ്ങളുടെ പ്രവർത്തനം. ഡോക്ടർ നാരായൺജിയുണ്ട്, സേവാഭാരതി ഡോക്ടർ നാരായൺജിയുണ്ട്. അദ്ദേഹത്തിന് കണ്ണ് ഒരുപാട് പഠിക്കാനുണ്ട്. അദ്ദേഹത്തിനെ ആയിരിക്കണം നിങ്ങൾ പാഠമാക്കേണ്ടത്, നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് എന്നുള്ള ഇതാണ് ഞാൻ എൻ്റെ അതായത് പ്രവാസ ലോകത്ത് എത്തിയ കാലം മുതൽ ഞാൻ എനിക്ക് കിട്ടുന്ന വരുമാനത്തിലൊരു വിഹിതം ഞാനത് മാറ്റിവെക്കും. ചെയ്യാറുണ്ട്, ഒത്തിരി ചെയ്യാറുണ്ട്. മോഹനേട്ടിൽ നിന്ന് ഞാൻ മോഹനേട്ടൻ അറിയാൻ തുടങ്ങിയ കാലം മുതൽ മോഹനേട്ടൻ ചെയ്തിട്ടുള്ള സേവന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ആർക്കും അത് കണ്ടാൽ നമുക്കും അത് ചെയ്യാൻ തോന്നിപ്പോകും. മറ്റുള്ളവർക്ക് മാതൃക. പലരും പറയാറുണ്ട് വലത് കൈ കൊണ്ട് കൊടുക്കുന്ന ഇടത് കൈ അറിയാൻ പാടില്ല. പക്ഷെ അതങ്ങനെയല്ല. ഞാൻ പറയുന്നത് എന്നറിയാം, ഒരാൾ ചെയ്യുന്നത് മറ്റുള്ളവരറിയാം, മറ്റുള്ളവർക്ക് പ്രചോദനമുണ്ട്. ഇപ്പൊ മോഹനേട്ടൻ ചെയ്യുന്നത് കണ്ടതുകൊണ്ടാണ് എനിക്ക് പലപ്പോഴും ഇത് ചെയ്യാൻ തന്നെ തോന്നുന്നത്. മോഹനേട്ടൻ നിന്ന് പാഠം ഉൾക്കൊണ്ടാണ് നമുക്ക് ചെയ്യാൻ തോന്നും. അപ്പോൾ അത് ഈ സാമ്പത്തികമുള്ള പലർക്കും അത് ചെയ്യാൻ പ്രചോദനവും. അത് സഹജീവികളെ ഒരു സഹായം നമ്മളോടൊപ്പം. മോഹനേട്ടൻ നേരത്തെ സൂചിപ്പിക്കേണ്ടായി, പാവപ്പെട്ടവരിൽ ആരും പാവം ചെയ്യാറില്ല. വാസ്തവത്തിൽ പിന്നെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം മോഹനേട്ടൻ ഒരു വീട് കൊടുക്കുകയുണ്ടായി, പിന്നെ വിതരിക്കടുത്ത്. അവിടെ ചെന്നപ്പോൾ കാണാൻ സാധിച്ചത്, കാര്യം ഇത്രയ്ക്കും കഷ്ടപ്പെടുന്ന ആൾക്കാർ ഈ ഭൂമിയിൽ കൊണ്ടുവന്നതാണ്. കാര്യം അവർക്കൊരു കൃഷി ചെയ്തു പോലും ജീവിക്കാൻ പറ്റില്ല. പന്നിയുടെ ശല്യവും കാരണം കൃഷി പോലും ചെയ്ത് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം. ഒരുപാട് അവശത അനുഭവിക്കുന്ന ഒരു അത്താണിയായി ഞാൻ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, മോഹനേട്ടനെ സർവേഷൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ഞാൻ പറഞ്ഞു. അതിനോടൊപ്പം തന്നെ അതിൽ ഒരു ഭാഗമായി ഇന്ന് വന്ന് എത്താൻ പറ്റിയതിൽ ഞാൻ വളരെയധികം സന്തോഷമാണ്. എല്ലാവരെയും ദൈവം അനുഗ്രഹിച്ച് ഈ ഒരു സംരംഭത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി ഇതിൽ നിന്ന് ഒരുപാട് പേർക്ക് ഒരു സഹായം ആവട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇതിന് എല്ലാവിധ അനുഗ്രഹങ്ങളും ഇതിന് മുൻകൈ എടുത്ത സാറിനും കുടുംബത്തിനും ഈ കൂട്ടായ്മയ്ക്കും ഉണ്ടാവട്ടെ എന്ന് ഇതിനോടൊപ്പം ഒന്നും അറിയാതെ വന്ന എനിക്ക് ഇതിൽ പങ്കെടുക്കാൻ പറ്റിയത് വളരെയധികം സന്തോഷം. എന്നും ഇതിനോടൊപ്പം ഉണ്ടാകുമെന്ന് ഞാൻ ഇതില് ഒന്നും അറിഞ്ഞുകൂടാതെ എത്തിയ ആൾക്കാർ തന്നെയാണ് നമ്മളെല്ലാവരും. സന്തോഷമായിട്ട് നമ്മൾ ചെറുതിലെ നമ്മൾ കാണാൻ തുടങ്ങിയാണ്. ഞങ്ങൾക്കും ഒന്നും അറിഞ്ഞുകൂടായിരുന്നു ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്. ഞങ്ങൾ കട്ടയർത്തും നമ്മൾ ഓല വെട്ടി കൊടുത്തും ഇങ്ങനെ തുടങ്ങി.
ഇപ്പൊ ഈ ഇരിക്കുന്ന എല്ലാവരും ശരിക്കും നല്ലൊരു കാതലായിട്ടുള്ള ആൾക്കാരാണ്. ആവശ്യമില്ലാത്ത ഒരു ഓഡിയൻസ് ഇല്ല. മോഹൻ ചേട്ടന്റെ ഫൗണ്ടേഷൻ തുടങ്ങുന്ന 10 സേവാഭാരതി വനമേഖലയിലുള്ള ഒരു നിർദ്ധരായ കുടുംബത്തിന് ഒരു സഹായം ചെയ്തുകൊണ്ടാണ് ആദ്യത്തെ ചെക്ക് തരുന്നത് സേവാഭാരതിക്കാണ്. അതേപോലെ തന്നെ പാൽകാവിൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു 10-15 വർഷം ഒന്നുകിൽ എനിക്ക് അന്നം തരൂ അല്ലെങ്കിൽ എന്നെ കൊന്നു തരുമെന്ന് പറഞ്ഞ ആ ഒരു കുടുംബത്തിന് പത്രത്തിൽ വന്ന വാർത്ത കണ്ടിട്ട് ഞാൻ മോഹൻ ചേട്ടനും കൂടി അവിടെ പോയപ്പോൾ 2 കാലുമില്ലാതെ നിരങ്ങുന്ന ഒരു മനുഷ്യനെയാണ് കണ്ടത്. അവിടെ ഒരു വീൽ ചെയർ കൊടുത്തുകൊണ്ട് അവർക്കൊരു വീട് വച്ചു കൊടുത്തുകൊണ്ടാണ് ഒരുമിച്ചുള്ള പ്രവർത്തനം അവിടെ ആരംഭിക്കുന്നത്. ഇതേപോലെ നിരവധി ഇത് അടുത്ത് നടന്ന